ഈ വയനാട് വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്നും പരിഗണിക്കുകയുണ്ടായി. വയനാട് ദുരന്തത്തിൽ എത്ര ഫണ്ട് കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും ഇനി എത്ര നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. തിയോഫിനുണ്ട് വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, ഇനി ഒരു ഫണ്ടും നൽകില്ല എന്ന കേന്ദ്രം കേരളത്തിലെ എംപിമാർക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലുണ്ട്. പക്ഷേ ഈ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി എല്ലാ ആഴ്ചകളിലും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ പരിശോധിച്ചാണ് എത്ര തുക കേരളത്തിന് നൽകുമെന്ന ചോദ്യം ഹൈക്കോടതി ആവർത്തിക്കുന്നത്. എന്താണ് കേന്ദ്രം മറുപടി പറയുന്നത്? അസിത, പലതവണയായി കേന്ദ്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ കയ്യിൽ ഫണ്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് തുടരുക. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇപ്പോൾ നടൻ സിദ്ദീഖിന്റെ ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ പുരോഗമിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരി, മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ദീഖ് മടങ്ങിയിട്ടുണ്ട്. വീണ്ടും തിയോഫിനിലേക്ക് പോകുന്നു. തിയോഫിൻ, പറഞ്ഞോളൂ. അസിത, പലതവണയായി കേന്ദ്രം കോടതിയിൽ ഉൾപ്പെടെ ആവർത്തിച്ചിരിക്കുന്നതാണ്. ആവശ്യമായ പണം കേരളത്തിൻ്റെ കയ്യിലുണ്ട്, പണം നൽകിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും എല്ലാ വർഷവും നൽകേണ്ട ഒരു തുകയുണ്ട്. ആ തുകയുടെ പേരിലാണ് ഈ അവകാശവാദങ്ങൾ കേന്ദ്രം ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്രം പറയുന്നത് പൂർണ്ണമായ വ്യക്തമായ കണക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു മെമ്മോറാണ്ടം സംസ്ഥാനം നൽകാൻ വൈകുന്നത് കൊണ്ടാണ് പണം നൽകാത്തതെന്നും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വ്യക്തമായും കൃത്യമായും സർക്കാർ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ പണം നൽകാൻ ഇതുവരെ കേന്ദ്രം തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതി ഒരു കേസെടുക്കുന്നതും ഇക്കാര്യത്തിലാണ് വ്യക്തത തേടിയതെന്ന് കോടതി. കാരണം സാങ്കേതികമായ പല പദപ്രയോഗങ്ങളും ഈ കോടതിയിൽ ഈ കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല, മെമ്മോറാണ്ടം സമർപ്പിച്ചതിൽ പൂർണ്ണമായി വ്യക്തതയില്ല, കൃത്യമായ കാര്യങ്ങളില്ല എന്നെല്ലാം പറഞ്ഞത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് വ്യക്തമായി തന്നെ കോടതി പറഞ്ഞത്, സാങ്കേതിക പദപ്രയോഗങ്ങൾ കൊണ്ട് കാര്യമില്ല, കൃത്യമായ കണക്കുകൾ വേണം. ഇത് വയനാട് ദുരന്തമുണ്ടായ ശേഷം ഇന്നുവരെ എത്ര തുക സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ നൽകി എന്ന് വ്യക്തമാക്കണം. ഇതിനായി വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാരിന് എത്ര ഇനി ചിലവുണ്ട്, കേന്ദ്രം എത്ര നൽകി, ഇനി എത്ര നൽകും എന്നുകൂടി വ്യക്തമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതിനെക്കുറിച്ചൊരു അറിയിക്കണമെന്ന് കോടതി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം പൂർത്തിയാക്കാൻ എത്ര തുക ആവശ്യമാണ്, അതിൽ നിന്ന് കാരണം കേന്ദ്രം നൽകേണ്ടതുണ്ട് ആ പണം. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിലൊരു വ്യക്തത തേടിയിട്ടുള്ളത്. ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെലവായി പൂർത്തിയാക്കാൻ എത്ര തുക ആവശ്യമാണ്, ഈ കണക്കുകൾ വളരെ കൃത്യമായി മുഴുവനായി തന്നെ കോടതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസറോട് നാളെ തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരായി കണക്ക് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും പലതവണയായി ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിന് ഇതൊരു തിരിച്ചടിയാണ്. കൃത്യമായി ഇനി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. കാരണം പലതവണയായി പറയുന്നു സംസ്ഥാനത്തിന് ഇനി പണം നൽകാനില്ല, സംസ്ഥാനം കൃത്യമായ കണക്ക് നൽകിയിട്ടില്ല. പല വാദങ്ങളാണ് പലതവണ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞത് മെമ്മോറാണ്ടം സമർപ്പിച്ചില്ല എന്നാണ്, പിന്നീട് പറയുന്നു മെമ്മോറാണ്ടത്തിൽ കൃത്യമായ കാര്യങ്ങളില്ല എന്ന്, പിന്നീട് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നാണ്. അങ്ങനെ പല വാദങ്ങൾ ഉന്നയിച്ച് പലതവണയായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം. ഇതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസുത, ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. എത്ര തുക നൽകിയെന്നും എത്ര നൽകുമെന്നും കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ആവർത്തിക്കുകയാണ് ഹൈക്കോടതി.